ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് പൊടിച്ചത് ഒരു 5-6 പൊടിച്ചിട്ടുണ്ട്, മുട്ട 2, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണ്, ഒരു സവാള ചെറുതായി അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ബ്രെഡ് പൊടി നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാവ് കുഴയ്ക്കാനായിട്ട് ചിലപ്പോൾ വേണ്ടി വന്നാലോ എന്നും പറഞ്ഞ് എടുക്കുന്നേ ഉള്ളൂ, ആവശ്യം വരില്ല. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ല സൂപ്പർ ഡെലിഷ്യസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് റോൾ ഉണ്ടാക്കാം. ആദ്യം ഈ പൊട്ടറ്റോ നമുക്ക് ബ്രെഡ് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കൈ കൊണ്ട് ഉടച്ചാണ്, ചെറിയ പീസൊക്കെ ഉടയാത്തതുണ്ട്, സാരമില്ല. ഇനി നമുക്കതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലേശം ഉപ്പാണ്. ബ്രെഡിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ശകലം ഉപ്പ് മതിയാവും. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. ഇനി ഇത്രയും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം, നല്ലതുപോലെ കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമായിട്ട് വരത്തില്ല, വന്നാലോ എന്ന് കരുതി മാത്രം ഞാൻ വെള്ളം എടുത്ത് വെച്ചതേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നനവ് കൊണ്ട് തന്നെ ബ്രെഡ് നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കണം. എന്നിട്ട് ഉടയാത്ത കിഴങ്ങിൻ്റെയൊക്കെ പീസുകൾ ഞാനിതുപോലെ കൈകൊണ്ട് പിന്നെ ഉടച്ചെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ പീസ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ മുട്ട ഉടച്ചെടുക്കണം, നന്നായിട്ട് ഉടച്ചെടുക്കണം. കാര്യം നമുക്ക് ഈ റോള് ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുകൊണ്ട് നല്ലതായിട്ട് മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കുറച്ച് മാവെടുത്ത്, അതായത് ഒരു ചപ്പാത്തിക്കെടുക്കുന്ന അത്രയും മാവിൻ്റെ ആവശ്യമില്ല, ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് നമുക്കൊരു റോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. 2 കൈയിലും കൂടെ വെച്ച് റോളാക്കി എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കും, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. സോസ് കൂട്ടി വേണമെങ്കിലും സോസ് ഇല്ലാതെ വേണമെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. 5 മിനിറ്റ് പോലും ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റോൾ റെഡിയാവും. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മാവും കുഴച്ച് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ബാലൻസ് വരുന്ന ബ്രെഡ് നമ്മൾ വീട്ടിൽ വെച്ചിരുന്ന് വെറുതെ കൂത്തെടുത്ത് കളയുന്നതാണ് നമ്മുടെ പതിവ്. എക്സ്പയറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പയറി ആകുന്നതിന് മുമ്പ് ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതായിരിക്കും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എത്താൻ നമ്മുടെ പ്ലേറ്റ് കാലിയാക്കി തരും. മുഴുവൻ മാവും ഞാനിതുപോലെ റോളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ, ഒന്ന് ജസ്റ്റ് ഫ്രൈ ആകാനുള്ള എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ചങ്ങ് ഡീപ്പായിട്ട് മുങ്ങിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മൂക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തം മൂത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചെറിയ തീയിൽ വേണേ വേവിക്കാനായിട്ട്. സവാള ഒന്ന് വെന്ത് വരണമല്ലോ, അതിനുള്ളൊരു ടൈം മാത്രം മതി. ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് മതിയാവും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ല ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഒരു സൈഡ്. മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും കോരിയെടുക്കാവുന്നതാണ്.
ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. സവാളയും പൊട്ടറ്റോയും പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും മാത്രം മതി നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് മൂക്കാത്ത സൈഡൊക്കെ ഒന്ന് തിരിച്ച് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഒന്നും കൂടെ മൂക്കാനുള്ളത് കൊണ്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. മൂക്കാത്ത സൈഡുകൾ മാത്രം ഈ ഉറച്ചിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് പെട്ടെന്നായിരിക്കും കരിയുന്നത്. ബ്രെഡ് ആയതുകൊണ്ട് ഒട്ടും കനമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കരിയും. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് റോൾ. ഇനി നമുക്ക് സോസ് കൂട്ടി വേണമെങ്കിലും അല്ലാതെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്കണം. കട്ട്ലറ്റ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കട്ട്ലറ്റിൻ്റെ അത്ര ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും.